ഞാൻ അഴിച്ചിട്ട് ഞാനൊരു കാര്യം നിന്റെ തരാം ഡോഗിനെ. വാങ്ങൂലേ? വാങ്ങൂലേ? നീ വാങ്ങോ? എന്നാ ക്യാമറനെ കൊടുത്തേക്ക്. ഈ വീട് കാണിച്ച്. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പഴയ പ്രേക്ഷകർക്ക് അറിയാം, നമ്മുടെ ബോൾട്ടിനെ ഇറക്കിയ ഇവിടെ വന്ന് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് മറ്റേ ഓട്ടോക്കാരൻ ചേട്ടൻ്റെ ബോൾട്ട് ഇവിടുന്ന് ചേട്ടൻ ഇവിടെ വന്നു അല്ലേ? കൈ കഴുകുമായിരുന്നു. നേരെ ബോൾട്ട് വന്ന് പുള്ളിയുടെ എവിടെയാണ് പിടിച്ചടാ? ഷോൾഡറിന് കയറി പിടിക്കുന്നു. അതാണ് ബോൾട്ടിൻ്റെ. ആ ഡോഗിൻ്റെ കുഞ്ഞാണ് ഈ ഡോഗ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടിയൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചാണ്. പിന്നെ അവൻ എൻ്റെ മേത്തേക്ക് മൗണ്ട് ചെയ്യാൻ കയറുകയാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ അല്ലേ, അതുകൊണ്ട് ഈ ഡോഗ് ഇനി അടുത്ത ഡോഗ് ഏതായിരുന്നു? അടുത്തതൊരു വെറൈറ്റി സാധനം നമ്മുടെ ചാനലിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, വന്നിട്ടില്ല. ആളൊരു വെറൈറ്റി സാധനമാണ്. അപ്പം ഇതിൻ്റെ ഇവരുടെയൊക്കെ പ്രതീക്ഷ ഇതിൽ പ്രതീക്ഷിക്കാം. മച്ചാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണാൻ ലൈവായിട്ട് വന്ന ആള് അല്ലേ? ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടി പ്രതീക്ഷയല്ലേ? ഇവനെന്തേലും പറഞ്ഞായിരുന്നോ രഹസ്യമായിട്ട്? എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആഷിക ഇതിലാണ് പ്രതീക്ഷ ഉണ്ടല്ലേ? ഭയങ്കര പ്രതീക്ഷ. ആഷിക്കിന് കുറച്ച് ആളായിട്ടൊരു പ്രതീക്ഷയാണ്. അതിനാണ് വിളിച്ചൊരു കടി കൊടുക്കണം. ആഷിക അന്നാ മറ്റേ റോട്ടിനാണ് നമ്മൾ പരിചയപ്പെടുന്നല്ലേ? പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓ, അത് ആഷിക്കൊക്കെ ആയിരുന്നു മെയിൻ ആള്. ആ പുള്ളിന്റെ ഒക്കെ ഉണ്ടായിരുന്നേ. ഫസ്റ്റ് ഞങ്ങൾ പരിചയപ്പെടുന്ന ആഷിക്കിന്റെ ചേട്ടന്റെ ഡോഗ്, അത് ഇവരുടെ തന്നെ ഡോഗ്. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഡോഗ് ഓറിജിനൊക്കെ അടിച്ചിട്ട് സെക്കൻഡ് വന്ന് ചെയ്ത ഒരു വീഡിയോ ആണ് ആ വീഡിയോ. അപ്പൊ ആഷിക്കിന്റെ നിർബന്ധപ്രകാരമാണ് ഇപ്രാവശ്യം ഞാൻ വിളിച്ചു വരുത്തിയത് തന്നെ. എന്തായാലും വിളിച്ചായിരുന്നു. നമ്മൾ ഈ 2 ഡോഗുകളെ ഇതിന്റെ ആഗ്രഹം ആര് കാണിക്കും? മൈക്കിങ് എന്നേക്ക് നാശിക്കേ ഐശ്വര്യമായിട്ട് ഒരു നീ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പേ എടാ ഇന്ന് നമുക്ക് വേറെ തിരിച്ചങ്ങാക്കിയാലോ? ആശിക്ക് ഇറക്കട്ടെ എന്നെ. എത്ര കാലായി എത്ര ഇപ്പൊ ഫാമിലാണ്? എത്ര കാലായി? ഞാൻ എപ്പോ എന്നാ ഇവനെ ആശിക്കും ഇറക്കും. ആശിക്ക് ചെല്ലടാ കാണിച്ചേ. പേരൊന്നും പറഞ്ഞെടുക്കില്ല, നീ ചെന്നാൽ മതി. എനിക്ക് വേണമെങ്കിൽ ഒരു പേര് പറയാം. ഇന്ന് നമുക്ക് വെറൈറ്റി. ഇന്ന് ഡോഗിൻ്റെ പേര് എനിക്കും പറഞ്ഞു തരുന്നില്ല കേട്ടോ. ഞാനും പേര് ചോദിക്കാതെയാണ് ഡോഗിനെ ഇറക്കാൻ ശ്രമിക്കുക. ഇന്നപ്പം ഞാൻ ഡോഗിൻ്റെ പേര് ചോദിക്കുന്നില്ല, അതുപോലെ ആഷിക്കും ഡോഗിൻ്റെ പേര് ചോദിക്കുന്നില്ല. ചെന്നോ ആഷിൻ്റെ അടുത്തേക്ക് വെക്കും. നീ ഇറക്ക്. ഇതിൽ പിന്നെ ഓൾറെഡി ഇതിനൊക്കെ മറ്റേ ഇതിട്ട് വെച്ചിട്ടുണ്ട്, ലീഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇവൻ ചിലപ്പം ഇവിടെ ഡോഗ്സും അറിയാലോ, ഇവിടെ പിന്നെ സ്റ്റഡി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രൂമിങ്ങിനൊക്കെ ആൾ വരലുള്ള. അപ്പോൾ ഇവൻ ചിലപ്പോൾ ചാടി പോകാൻ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് അവർ ഓൾറെഡി ലീഷ് ഇട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് ബ്രീഡായെന്ന് ഇതിനെ നമ്മൾ ബ്രീഡായെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പേര് പറയണ്ട, ബ്രീഡ് പറഞ്ഞാൽ മതി. ഡച്ച് ഷെപ്പേർഡ് ആണ് കേട്ടോ ആള്. അപ്പൊ നമ്മൾ ഒരുപാട് ശരി. ഇവരുടെ ഒറിജിനൽ ആ ഫുഡിന്റെ ആ പാത്രമൊക്കെ നമ്മളുണ്ട്. ആ ഗ്യാപ്പിൽ ചാടി വരുന്ന പറഞ്ഞു മെയിലല്ലോ. ചെറിയ ഗ്യാപ്പുണ്ടോ? അത്രേ ഉള്ളൂ. കിടക്കും. ഓ ശരി. എന്നാ ആശിക്കേ ഞാൻ നീ ഇറക്കുന്നില്ലല്ലോ? ഇല്ല, ശ്രമിക്കടാ. കൊടുക്ക, കയ്യം കൊടുക്ക്, കയ്യം കൊടുക്ക്, കൊടുക്കാൻ കൊടുക്ക കൈ. അപ്പം ആശിക്കിനെ നമ്മൾ ഇനി മാറ്റിയെടുത്തേക്കാം. തൽക്കാലം ഞാൻ തന്നെ കണ്ടത് കൊണ്ട് മുന്നോട്ട് പോവാം അല്ലേ? അല്ല പിന്നെ നാളെ ഇനി ആശിക്ക് തുടങ്ങിയാലല്ല പരിപാടി, ആശിക്ക് തുടങ്ങട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡച്ച് ഷെപ്പേർഡ് ആള്. എടാ ഹലോ ഹലോ, എന്താണ് 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 എന്താ ഇത്ര ദേഷ്യനാ? ദേഷ്യം നിനക്കെന്നാ? ദേഷ്യം ഉണ്ടോ? ദേഷ്യം ഉണ്ടോ? എന്താണ് എന്താണ് നിനക്ക്? എന്താടാ? അവന്മാരെ നോക്കണ്ട, അവരെ മാറ്റണം അവിടുന്ന്. ഇതിനെ എടാ നിങ്ങളവിടെ നിൽക്കുന്നത് നിൻ്റെയിലേക്ക് പോന്ന്. നിൻ്റെയിലേക്ക് അവൻ്റെ യജമാനെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് പോകുന്നു. യജമാൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് കേട്ടോ, അതിനാണ് അവന്മാരെ ചാർജ് ചെയ്യുന്നത്. ആശിക്കിനങ്ങ് തീരെ പിടിച്ചിട്ടില്ലല്ലോ. എടാ കുട്ടൂസേ, കുക്രു, എന്നെ ഞാൻ കൂക്രു എന്ന് വിളിക്കട്ടെ? നിന്നെ ഞാൻ കൂക്രു എന്ന് വിളിക്കട്ടെ? കൂക്രു എന്ന് വിളിക്കട്ടെ?
എടാ കൂക്രു തന്നെ വിളിക്കട്ടെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞു ശരിയാക്കട്ടെ ഇത് പൊട്ടിക്കട്ടെ സാധനം ഞാൻ ഇത് പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടാ എടാ പോയി നോക്കടാ എടാ മിണ്ടുന്നില്ല നിൻ്റെ വിതിനെ വിതിൻ പോയോ വിതിനുള്ളിൽ കയറിയെന്ന് എടാ നീ ഇത് മിണ്ടാത്തെ വിതിൻ പറഞ്ഞ നീ എന്തായാലും എന്നെ കടിക്കുന്ന പറഞ്ഞു നീ എന്തായാലും എന്നെ കടിക്കുന്ന പറഞ്ഞു എന്താ എന്താണ് എന്താ വിഷയം എന്താണ് വിഷയം ഒരു ഉമ്മാരാവോ ഒരു ഉമ്മാരാവോ എന്നാ ക്ഷയിക്കാണ്ട് ഒരു ക്ഷയിക്കാണ്ട് പൊട്ടിക്കട്ടെ ചേട്ടായത് ഇത് പൊട്ടിക്കട്ടെ ഇത് പൊട്ടിക്കട്ടാ എടാ ഇത് പൊട്ടിക്കട്ടെ ഇതിനെ ഇത് മിണ്ടുന്നില്ല അല്ല പ്രേഷര് പറയുന്നത് ഇവൻ പാവാന്ന് പറയും എന്താണ് ഇവിടെ നോക്ക് എടാ പിന്നെ നമ്മൾ ഇത്രയും നേരം ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ക്യാമറ എടുത്തായിരുന്നു അച്ഛൻ്റെ പേരെന്തായിരുന്നു ഉണ്ണിക്കണ്ണനേ വേറെ കാര്യമുണ്ട് ഇന്ന് നമ്മൾ വേറൊരു ആവശ്യത്തേക്ക് വന്നാ അപ്പോൾ ബിദിൻ പറഞ്ഞു ഇങ്ങനെ രഞ്ജുബായി ഇങ്ങോട്ട് രണ്ട് ഐറ്റം നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വഴിക്ക് വരാമെന്ന് പറഞ്ഞു കൂടെ ആരും ഇല്ലയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു ആവശ്യത്തിന് എറണാകുളം വന്നപ്പോൾ അങ്ങനെ കയറിയാണ് അപ്പോൾ ഇന്ന് ക്യാമറ എടുത്ത് കൈയൊക്കെ അച്ഛനാണ് ക്യാമറ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ടേ കൈ എടുത്ത് ഇന്ന് പിടിച്ചേ ക്യാമറ ഇങ്ങനെ ആളുകൾ പിടിച്ചോണ്ടിരുന്നിട്ട് അവിടെ ആള് വേർത്ത് കുളിച്ച് പാവം കഴിഞ്ഞ വീഡിയോ എടുത്തു ഈ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആഗ്രഹം ഉണ്ടല്ലോ ഉണ്ണിക്കണ്ണൻ പോയി നോക്കട്ടെ ഉണ്ണിക്കണ്ണൻ ഈ സൈഡ് വന്നിട്ടുണ്ടാ ഇപ്പുറ സൈഡ് വന്നേ വീഡിയോയിലൊക്കെ മോൻ കിട്ടുന്നില്ല എൻ്റെ നീ തൊട്ടാവും കേട്ടോ ഒരു കുഴപ്പമില്ല അവന് മൂക്ക തട്ടാ മതി മൂക്ക തട്ടാടാ അപ്പൊ ഇതാണ് അവൻ ഇപ്പൊ ഇവനെ നമ്പാൻ പറ്റില്ല കേട്ടോ ഇവന്മാരൊക്കെ ഈ എന്താ പറയാ ബിദിനെ പോലെ തന്നെ സൈക്കോ കാണിക്കുമോ ഇവന്മാരെല്ലാം എല്ലാം സൈക്കോത്തരാണ് ഇവന്റെ പേര് നമ്മൾ ചോദിച്ചിട്ടില്ല പേരെന്താന്ന് പറഞ്ഞാൽ വീണ്ടും അല്ല പേര് പറയണ്ട എന്താ ഡഷപ്പേരാണ് പേര് നമ്മൾ പറയുന്നില്ല തൽക്കാലം നമ്മൾ കൂക്കുറു എന്ന് വിളിക്കാം അപ്പൊ ഇന്ന് ഞാൻ അഴിച്ചിട്ട് ഞാനൊരു കാര്യം നിന്റെ തരാം ഡോഗിനെ വാങ്ങൂലേ നീ വാങ്ങോ എന്നാ ക്യാമറനെ കൊടുത്തേക്ക് എടാ ഒരു കാര്യം പറയട്ടെ വാ ഇങ്ങൊന്നേ ഇവിടാ എന്താണ് ഇന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് ഇടത്തേക്ക് തിരിഞ്ഞാണ് ആണല്ലേ എന്തുവാടാ ശരിയാക്കട്ടത് പൊട്ടിക്കട്ടത് ഇങ്ങോട്ട് നോക്കിയേ ഹലോ ഓയ് ഇറക്കട്ടെ തന്നെ നമുക്ക് ഇറക്കിയമാരെ കടത്തിയാലോ ഈ ഡഷപ്പേഡ് എന്ന് പറഞ്ഞ വേറെ കാര്യം ഉണ്ട് നമ്മൾ പ്രഷറോട് പറയാം ഈ ബെൽജിയത്തിൻ്റെയൊക്കെ അതേ സെറ്റപ്പ് തന്നെ ടോമാരും ബെൽജിയവരൊക്കെ ഏകദേശം ഒരു അമ്മ പറ്റ മക്കൾ തന്നെ എന്താ എനിക്ക് വയ്യ നിനക്ക് വയ്യ എന്താ എനിക്ക് വയ്യേ ഞാൻ ഇറക്കട്ടെ തന്നെ കൊണ്ടുപോടക്കാൻ തന്നെ കൊണ്ടുപോട്ടെ തന്നെ ഇന്ന് പിന്നെ എന്നാ ലോക്ക് പിടിക്കുക ഇന്ന് പിന്നെ എളുപ്പ മാർഗ്ഗമായിരുന്നു ബിദിൻ എന്തായാലും എന്നാ ഇവനെ എവിടെയാ ചാടിപ്പോന്ന് അറിയോ ഈ ഒരു ഗ്യാപ്പുണ്ടോ ഈ ഗ്യാപ്പിൽ കൂടെ അവൻ ചാടുമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇത് കെട്ടിയിട്ടേക്കുന്നത് പറഞ്ഞു കേട്ടോ എന്താണ് ശരിയാക്കട്ടെ തന്നെ ശരിയാക്കട്ടെ പേരും അറിയത്തില്ല ഊരും അറിയത്തില്ല എന്ന അവസ്ഥയായല്ലോ ഭയങ്കര ലോക്കൊക്കെ ആണല്ലോടാ ഇതൊക്കെ തുറക്കും എന്തായിക്കട്ടെ ഓഫ് നൈസ് പാൻഡ കടിച്ചാൽ മറ്റേ ജീനായിരുന്നു നിൻ്റെ നൈസല്ലേ മറ്റേത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് അറിയത്തില്ല മറ്റേ ബെൽജിയം ചാടി കയറിയിട്ട് ഞങ്ങളെല്ലാവരും പ്രതീക്ഷ കടി അവൻ ഈ വലിച്ചു വാരിയുള്ള കുറേയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ കടിക്കുന്നു അല്ല ഇതിനെ 100% നീ ഗസ് ചെയ്തല്ലേ കടിക്കുന്നത് ഞങ്ങളെല്ലാവരും കടി ഗസ് ചെയ്താണ് അപ്പോൾ ബിദിനെ ഞാനൊരു മാസ് എൻട്രിക്ക് വേണ്ടി മാറ്റി നിർത്തിയേക്കായിരുന്നു ബിദിൻ പറഞ്ഞിങ്ങനെ രഞ്ജുബായിനെ ഡോഗ് കടിക്കുമ്പോൾ എന്നോട് വണ്ടിയിൽ തന്നെ പറഞ്ഞായിരുന്നു ഇവരെല്ലാവരും തന്ത്രപൂർവ്വം പറഞ്ഞായിരുന്നു നമുക്ക് ബിദിനൊരു മാസ് എൻട്രി കൊടുക്കാം അതായത് എന്നെ ഡോഗ് ബൈറ്റ് ചെയ്യുന്നു അപ്പം ഇതിൻ മറ്റേ നരസിംഹത്തിന് മറ്റേ ദാനന്തേനം നരസിംഹം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി വരുന്നാലേ BGM ഒക്കെ ഇട്ട് വന്നിട്ട് കയറി പിടിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ചീറ്റിപ്പോയി ഇന്നത്തെ ഈ രണ്ടാമത്തേൽ നടക്കുന്ന ബിദിൻ പറഞ്ഞത് ഇത് വേറെ കാര്യമുണ്ട് മറ്റേതിൽ പിടിച്ചാലും ബിദിനെയും കടിക്കുന്നൊരു ചാൻസ് ബിദിനുണ്ടായിരുന്നു പിടിച്ചു മാറ്റുമ്പോൾ കാരണം അവൻ അത്ര ടച്ച് ആയിട്ടല്ലോ ഇത് പിന്നെ ഇവനെ സ്വന്തം അതായത് ഇവരുമായിട്ട് ഭയങ്കര ഇതായതുകൊണ്ട് കടിച്ചാലും സിമ്പിളായിട്ട് ഇവിടെ വാടാന്ന് പറഞ്ഞാൽ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകും അപ്പോൾ അതിനേക്കാളും മാസ് BGM ഇതിലിടാന്ന് പറഞ്ഞത് കേട്ടോ ടെട്ടേ ആയില്ല അവിടെ നിൽക്ക് ഇറങ്ങാനായില്ല ഇറങ്ങാനായില്ലടാ നിൽക്കടാ
ഇതാണ് ഇപ്പോൾ ഡച്ച് ഷെപ്പേർഡ്. ഇതിൻ്റെ പേര് പറഞ്ഞു ഇവൻ്റെ സ്റ്റോം. സ്റ്റോം ആണ് കണ്ടല്ലേ. നമ്മുടെ ബെൽജിയം പോലെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എടാ അവന്മാരെക്കാളും ഭയങ്കര വർക്കിംഗ് ആണോ അവന്മാർ? എന്നാ ആണല്ലേ? ഇത് ഇപ്പോൾ എടാ ഇത് പൊട്ടിക്കാറാക്കി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ പൊട്ടിക്കാറാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാം. വണ്ടി കൊണ്ടാ ഓരോന്നൊക്കെ ഓടുന്ന ഞാൻ കാറിനുള്ളിൽ ഒരാളുണ്ട് കേട്ടോ. ഞാൻ കാറിനുള്ളില്ല. വീഡിയോ ഞങ്ങൾ മിനിമം ഒരു 15 മിനിറ്റ് എടുക്കും തീർക്കാൻ വേണ്ടി. അതിനുള്ളിൽ ഇരുന്ന് പുഴുങ്ങേണ്ടി വരും ചൂട് കാരണം. സ്റ്റോണോ? എന്താ സ്റ്റോം അല്ലേ? സ്റ്റോമ വാ നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് പോകാം. ബിദിനെ എൻ്റെ പണ്ടത്തെ ആ ഒരു ഇൻട്രോ ഒക്കെ ഓർമ്മ വരുന്നു. ഈ ഗേറ്റ്, അതായത് ബിദിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഫസ്റ്റ് ബിദിൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. ഞാൻ കയറി വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തി ഇങ്ങനെ വന്ന് ഈ ഒരു ഗേറ്റൊക്കെ അടച്ചിട്ട് ഞങ്ങൾ ഇൻട്രോ എടുക്കാം കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ അന്നത്തെ ഇൻട്രോ ഒക്കെ ഓർമ്മയുണ്ട്. ഇങ്ങനെ നമ്മുടെ അച്ചടി ഭാഷയിൽ ഇൻട്രോ പറയുന്നത്. നമസ്കാരം, ഞാനിങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടക്കമാണല്ലോ. അന്ന് ഇവിടെ ഇതുപോലെ വന്ന് അതിനുള്ളിലൊക്കെ പോകാൻ നോക്കിയല്ലേ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്ത ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇതുപോലെ ഡോറ് തുറന്നിട്ട് നമ്മൾ അഴിച്ചു വിട്ടല്ലേ അവനെ. ബോൾട്ടിന് അങ്ങനെ ചെയ്താ കേട്ടോ. ഒരു ഡോർ ഡൈ ചെയ്തു. അതായത് ഈ ഡോറ് ഗേറ്റിൻ്റെ ഉള്ളിൽ ഡോഗിനെ അഴിച്ചു വിടുന്നു, നമ്മൾ കയറി ഡോർ തുറന്ന് കയറി വരുന്നു. ആ രീതിയിൽ ചെയ്ത് കേട്ടോ. രസമായിരുന്നു. അന്ന് ഭയങ്കര ഫീലായിരുന്നു. അതിൻ്റെ കുഞ്ഞിനാണ് നമ്മളിപ്പോൾ ചലഞ്ച് ചെയ്ത കാര്യം. ഓക്കെ, അപ്പം ഇവന്മാർ ഭയങ്കര വലിയ കേട്ടോ. കൈയൊക്കെ വേണം എടുക്കുന്നത്. അതെ. അപ്പം ഇതൊക്കെയാണ് രസമുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷയായിരുന്നു ഒരു ബൈറ്റ് ഈ രണ്ടെണ്ണത്തിൽ അല്ല ഇതിനെ ഇടയ്ക്ക് നോക്കുന്നുണ്ടല്ലേ. നീ ഇടയ്ക്ക് പ്രതീക്ഷ മറ്റേ ഇതിലും പ്രതീക്ഷ ഇതിലല്ല മറ്റേ വലിയ അലമ്പില്ല അല്ലേ? ശരി. ഞാൻ പറയാമല്ലോ, നമ്മൾ ഇനി ഓപ്പണായിട്ട് തന്നെ കുറേ പേർക്ക് പറയാം. ഞാൻ ഒരു ചാത്തൻ സേവ ഇങ്ങനെ വരുമ്പോൾ തന്നെ ചെയ്യും. സേവ ഇങ്ങനെ ചെയ്തിട്ട് വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇവന്മാർ കടിക്കാതെ കേട്ടോ. ചാത്തൻ സേവ ഉണ്ട്. അതിനിപ്പോൾ നമുക്കൊരു സ്പ്രേ ഉണ്ട്. ഞാൻ പിന്നെ അടുത്ത മാസം ഞാൻ എൻ്റെ സ്പ്രേ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന സ്പ്രേ ഒരു പുതിയ ബ്രാൻഡാണ്. ആവശ്യക്കാർക്ക് വിളിക്കാം. 1500 രൂപയുള്ളൊരു ബ്രാൻഡിനുള്ളൂ, അല്ല ഒരു സ്പ്രേക്കുള്ളൂ കേട്ടോ. ഞാനേ ആഷിക്കേ അടുത്ത മാസം ഞാൻ ഒരു സ്പ്രേ ബ്രാൻഡ് ഇറക്കുന്നുണ്ട് പുതിയ. ആഷിക്ക് വേണമെങ്കിൽ പോരും. ആഷിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഞാൻ പറയില്ല. അതായത് ഇതിനെ കടി കിട്ടില്ലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും പറയണല്ലോ ഞാനൊരു സ്പ്രേ ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രേ അങ്ങ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോവാം. എൻ്റെ ബ്രാൻഡ് ലീസ്റ്റോക്സിൻ്റെ ഒരു ബ്രാൻഡ് അങ്ങ് ഇറക്കാൻ പോവാം. അതൊന്നും ഞാൻ പറയില്ല. കടി കിട്ടില്ലോ ഒന്നും പറയില്ല. ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ആണ്. ആ സാധനം ഞാൻ അങ്ങ് ഇറക്കും. 1500 രൂപയുള്ളൂ. ആർക്ക് വേണം വാങ്ങാം. കുറച്ച് അടുത്തോ ലക്ഷം പോരെ? എത്തില്ല. നീ പോരെ, അടുത്തേക്ക് പോരെ. ലൈവൻ കൊടുത്താലോ? ഞാനേ ചെറുതായിട്ട് വേണേൽ ലൂസാക്കാൻ കൊടുത്താൽ വിചാരിച്ചാണ്. അപ്പോൾ 4-5 കഴിഞ്ഞു. ഇതിലൊക്കെ കടി മിസ്സായി. ഇപ്പം നീ ഇനി വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ബിദിൻ പറയും, രഞ്ജുഭായി കടി കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോരട്ടോ, നമ്മുടെ ഇടയ്ക്കൊക്കെ സാധനം ഉണ്ട്, ഇതിൽ ബോംബ് കയറണം എന്ന് പറയും. നിനക്ക് ആഗ്രഹം അല്ലേ എന്നെ ഒന്ന് കടി കിട്ടണമെന്ന്? കിട്ടിക്കും. ഞാൻ ഇപ്പൊ ലൈവായിട്ട് അവർക്ക് കിട്ടിപ്പിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയായി. ഇവരുടെ ചലഞ്ച് കുഴപ്പമില്ലായിരുന്നു, രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ.